എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ് ആഫ്റ്റർ മോർ ദാൻ 36 years ഓഫ് സർവീസ്. നിങ്ങൾക്കെല്ലാം ഇത് പരിചയമുള്ളതാണ് റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂം എന്ന ചാനൽ. കേരള സ്റ്റേറ്റിൻ്റെ മുഴുവൻ റൂൾസും ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെ നിങ്ങളെനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് തിരിച്ചും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ പുതിയ വീഡിയോ തുടങ്ങുന്നത്. ഒരു പുതിയ പരീക്ഷ നമ്മുടെ പടിവാതിലെത്തി നിൽക്കുന്നു. ആ സന്ദർഭത്തിലാണ് KFC കേരള ബഡ്ജറ്റ് മാനുവലും ഒരുമിച്ചാണ് ഒരു പേപ്പർ, നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചുള്ള പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഈ ചാനലിൽ നിങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും എഴുതുക. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കേരള ഫൈനാൻഷ്യൽ കോഡ് നിങ്ങൾക്കറിയാം, 2 വോളിയൂംസ് ഉണ്ട്, വോളിയം 1 and 2. അത് ഞാൻ ക്വസ്റ്റ്യൻ വരുന്ന മറക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറയാം. അതുപോലെ തന്നെ കേരള ബഡ്ജറ്റ് മാനുവലും രണ്ടും കൂടെ ചേർത്തിട്ട് PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൻ്റെ ഒരു പേപ്പറാണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. കേരള ഫൈനാൻഷ്യൽ കോഡ് ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 1. ലോൺസ് ടു മുനിസിപ്പാലിറ്റീസ് വിൽ ബി സാങ്ഷൻഡ് ബൈ. മുനിസിപ്പാലിറ്റികൾക്ക് LSTDയുടെ ഭാഗമായിട്ടുള്ള മുനിസിപ്പാലിറ്റീസിനൊക്കെ ലോൺ നൽകുന്നത്, സാങ്ഷനാക്കി നൽകുന്നത് ഏത് അതോറിറ്റിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2000 പ്രീവിയസ് ക്വസ്റ്റ്യൻസും 23 അതിന് മുമ്പൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നർത്ഥം. അതിൻ്റെ ആൻസർ ലോൺസ് ടു മുനിസിപ്പാലിറ്റീസ് വിൽ ബി സാങ്ഷൻഡ് ബൈ ഗവൺമെൻറ്. ഇതിൻ്റെ അതോറിറ്റി ആർട്ടിക്കിൾ 235 ഓഫ് KFC ആണ്. ഒരു കാര്യം കൂടി ഈ ചാനലിനെ മറ്റ് ഇതിൽ നിന്ന് വിഭിന്നമാക്കുന്നത്, ഈ ഓരോ ആൻസറും ഞാൻ പറയുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റൂള് കൂടി കോട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. പരീക്ഷ എഴുതാനും ഓഫീസിലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും നിങ്ങൾക്ക് ഒരുപാട് സഹായകരമായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. A statement made under Article 202 of the Constitution of India and placed before the legislature. അതായത് സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ട അതിനെക്കുറിച്ച് എവിടെയാണ് അതിൻ്റെ അതോറിറ്റി, എവിടെയാണ് ഇത് പറയുന്നതെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പാർലമെൻറ്റിലായാലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലായാലും ഓരോ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ ബഡ്ജറ്റ് തയ്യാറാക്കി അതാത് ഗവൺമെൻറ്റുകൾ ലെജിസ്ലേച്ചറിൽ അല്ലെ പാർലമെൻറ്റിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആർട്ടിക്കിൾ 112 to 114 ആണ്. അതേസമയം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബഡ്ജറ്റ് സമർപ്പിക്കേണ്ടതിൻ്റെ അതോറിറ്റി 202 to 204 ആണ്. അതിൽ പിന്നെ ഇവിടെ ചോദിക്കുന്നത് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 202 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്ഡ് ബിഫോർ ദി ലെജിസ്ലേച്ചർ. അങ്ങനെ 202 അനുസരിച്ച് തയ്യാറാക്കി സമർപ്പിക്കുന്ന, ലെജിസ്ലേച്ചറിൽ സമർപ്പിക്കുന്ന അത് ആ ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണെന്നാണ്. അത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. നമ്മൾ ബഡ്ജറ്റ് എന്ന് വളരെ പ്രൊഫ്യൂസായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും, ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും, ആക്ച്വലി ദർ ഈസ് നോ സച്ച് വേർഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബഡ്ജറ്റിന് പകരം നമ്മുടെ ഭരണഘടനയിൽ വിഭാവന ചെയ്തിരിക്കുന്നത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ പാര 139 ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്യാൻ എ ഗവൺമെൻറ് സർവൻറ്റ് റീറ്റെയിൻ ക്രെഡിറ്റ്സ് ഇൻ ഹിസ് ഓർ ഹർ GPF ആഫ്റ്റർ റിട്ടയർമെൻറ്റ്? ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ GPF ഫണ്ട് അയാൾക്ക് എത്ര കാലം പിന്നെ അയാൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഹീ ക്യാൻ റീറ്റെയിൻ ഇറ്റ് ബട്ട് അപ് ടു 6 months വിത്ത് ഇൻട്രസ്റ്റ്. അതായത് പലിശ കിട്ടത്തക്ക രീതിയിലുള്ള പലിശ ഫെച്ച് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 6 മാസം കൂടി അദ്ദേഹത്തിന് ആ ഫണ്ടിൽ അത്
നിക്ഷേപിക്കാം, അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാം. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 276 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, ദ പർച്ചേസ് ഓഫ് എ ന്യൂ മെഷീനറി ഓർ പ്ലാന്റ് ഈസ് ഒരു പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യണം. അത് ബഡ്ജറ്റിൽ ഏത് ഇനത്തിൽ പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ന്യൂ സ്കീമാണോ, പാർട്ട് 1 ഓഫ് ദി സ്കീമാണോ, പാർട്ട് 2 ഓഫ് ദി സ്കീമാണോ, നൺ. ഈ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ നമ്മൾ ബഡ്ജറ്റ് മാനുവൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് നിങ്ങളൊന്നുകൂടി നോക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ മെഷീനറി ഓർ പ്ലാന്റ് എന്ന് പറയുന്നത് പാർട്ട് 2 ഓഫ് ദി സ്കീമിൽ ഉൾപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണെന്ന് അർത്ഥം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് ആൻ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ബഡ്ജറ്റ്? അതായത് ഒരു കാര്യം ഫണ്ടമെൻ്റലായിട്ട് നമുക്കറിയാവുന്നത്, ഓരോ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനും ബഡ്ജറ്റിൽ നൽകുന്ന ആ പ്രൊവിഷൻ എത്ര എമൗണ്ടാണോ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ അധികരിച്ച് ഒരു പൈസ പോലും ചെലവഴിക്കാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിനും അധികാരമില്ല തന്നെ എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ അങ്ങ് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ ബഡ്ജറ്റിൻ്റെ പ്രൊവിഷനെ എക്സീഡ് ചെയ്ത് ചെലവഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തീരെ അങ്ങ് കാർക്കശ്യത്തോടെ അല്ല ഗവൺമെൻറ് ഈ കാര്യം വീക്ഷിക്കുന്നത്. അതുകൊണ്ട് യു ക്യാൻ ഡൂ ഇറ്റ്, ബട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ആരുടെ അനുവാദമാണ് ആദ്യമായിട്ട് അതിന് വാങ്ങേണ്ടതെന്നാണ്. ആൻഡ് ആൻസർ, യു ഷുഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. അത് പാരാ 66 ഓഫ് കേരള ബഡ്ജറ്റ് മാനുവലിലാണ് പറയുന്നത്. സോ അണ്ടർ വിച്ച് പ്രൊവിഷൻ C&AG ഓഡിറ്റ്സ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട്? അതുപോലെ C&AGയുടെ DPC ആക്ട് 1971 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാരാ 10 മുതൽ പിന്നെ 20 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അണ്ടർ വിച്ച് പ്രൊവിഷൻ C&AG ഓഡിറ്റ്സ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട് AG ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓഡിറ്റ് ചെയ്യുന്നത് ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണെന്നാണ്. അതിന് ആൻസർ ക്ലാസ് 17 ഓഫ് C&AG's DPC ആക്ട് 1971. DPC ആക്ട് 1971 പറയുന്ന ക്ലാസ് 17 അനുസരിച്ചിട്ടാണ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 7, റിവ്യൂ ഓഫ് ബഡ്ജറ്റ് ബൈ ലെജിസ്ലേച്ചർ ഇൻവോൾവ്സ് examination of C&AG's audit reports, then examination of estimates. അപ്പോൾ ഇവിടെ ഒരു റിവ്യൂ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ബഡ്ജറ്ററി സൈക്കിൾ പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞാണ്, റിവ്യൂ ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ റിവ്യൂവിൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? എക്സാമിനേഷൻ ഓഫ് C&AG's ഓഡിറ്റ് റിപ്പോർട്ട്സ് ഉണ്ട്, പിന്നെ എക്സാമിനേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഈ രണ്ട് കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ട്സ് തയ്യാറാക്കലും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ എസ്റ്റിമേറ്റ്, ഓരോ പ്ലാൻ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ചതിൻ്റെ ശരി തെറ്റുകളും CAG ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് പാരാ 98(3) ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ അനുസരിച്ചിട്ടാണ്. Then question 8, who should certify the certificate of reconciliation? അതായത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം. ഇപ്പോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രഷറി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സും AG പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സും തമ്മിൽ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടും AG പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടും തമ്മിലൊക്കെ ഡിഫറൻസ് വരാം. അതിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് യു ഷുഡ് റെക്കൺസൈൽ ദി ഡിഫറൻസ്. രണ്ട് കണക്കുകളും ഒത്തുപോകണം എന്ന് നിർബന്ധിക്കുന്നതിൽ കാര്യമില്ല. ദെയർ മേ ബി ഡിഫറൻസസ്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു റെക്കൺസൈൽ ദ ഡിഫറൻസ്. അതാണ് റെക്കൺസിലിയേഷൻ്റെ പ്രാധാന്യം. അത് ഹൂ ഷുഡ് സർട്ടിഫൈ ദി റെക്കൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ആണ് അത് സർട്ടിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാരാ 72(4) ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. Question number 9, a correction in entries already made in the departmental accounts is by. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിലൊക്കെ ചിലപ്പോൾ കറക്ഷൻസ് വേണ്ടി വരാം, അതിൻ്റെ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിലൊക്കെ വ്യത്യാസം വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എമൗണ്ടിൽ വ്യത്യാസം വരാം. അത് കറക്റ്റ് ചെയ്യുന്നത് ബുക്ക് ട്രാൻസ്ഫർ വഴിയാണ്.
ബുക്ക് ട്രാൻസ്ഫറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുക്ക് ട്രാൻസ്ഫറിലൂടെ മാത്രമാണ്, അല്ലാതെ ആ വ്യത്യാസം ക്യാഷ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. only a book adjustment is required and it is as per Article 326(6) of Kerala Financial Code and Para 72(3) of Kerala Financial Code. So the next question is question number 10. After admitting the refund of revenue, an officer takes back the original receipt from the party and destroyed it. Is this action justifiable under Kerala Financial Code? ഒരു റവന്യൂ നമ്മളൊരാളുടെ നിന്ന് അധികം വാങ്ങിയാൽ അത് അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ റീഫണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓഫീസർ എന്താ ചെയ്യുന്നത്? ഹീ ടേക്സ് ബാക്ക് ദി ഒറിജിനൽ റെസീറ്റ്. ആ ഒറിജിനൽ റെസീറ്റ് അത് തിരിച്ചു വാങ്ങും. അയാളുടെ കയ്യിലിരിക്കുന്ന റെസീറ്റ് നമ്മൾ ആദ്യം അയാൾ റെമിറ്റ് ചെയ്തപ്പോൾ കൊടുത്ത റെസീറ്റ് തിരിച്ചു വാങ്ങും. അത് നശിപ്പിച്ച് കളയും. കാരണം എക്സസ് ആണ് വാങ്ങിയത്, പക്ഷേ അതിപ്പോൾ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈസ് ദിസ് ആക്ഷൻ ജസ്റ്റിഫയബിൾ അണ്ടർ കേരള ഫൈനാൻഷ്യൽ കോഡ്? ഇത് സാധൂകരിക്കത്തക്ക ഒരു പ്രവൃത്തിയാണോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് യെസ്. ആർട്ടിക്കിൾ 36(7) ഓഫ് KFC എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേലൊരു കറക്ഷൻ വന്നാൽ അത് ആ പാർട്ടിയുടെ നിന്ന് ഓഫീസർ തിരിച്ചു വാങ്ങുകയും അത് എന്നേക്കുമായി ഡിസ്ട്രോയ് ചെയ്യുകയുമാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ദി ഇനിഷ്യൽ റെക്കോർഡ് ഓഫ് ലേബർ എംപ്ലോയിഡ് ഈച്ച് ഡേ ഓൺ എ വർക്കീസ്. അതായത് ഡെയിലി ലേബർ ചെയ്യിക്കുന്നുണ്ട് എംപ്ലോയീസ്, ജോലിക്കാരെ കൊണ്ട്. അപ്പോൾ PWDയിലൊക്കെ ഇത് വളരെ വ്യാപകമായി ഡെയിലി വേജസിനൊക്കെ ആളിനെ നിർത്തി ജോലി ചെയ്യിക്കുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് സൂക്ഷിക്കുന്ന ആ റെക്കോർഡിനെ എന്ത് പേര് വിളിക്കും എന്നാണ്. ദാറ്റ് ഈസ് മസ്റ്റർ റോൾ ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ആർട്ടിക്കിൾ 186 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ ദ രജിസ്റ്റർ ഓഫ് ഒറിജിനൽ റെക്കോർഡ് ഇൻ ദ കേസ് ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു അധികം റവന്യൂ പിരിച്ചു, പക്ഷേ അത് അധികമാണെന്ന് കണ്ടിട്ട് അധികം വന്ന ഭാഗം അല്ലെങ്കിൽ തുക തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ ദ രജിസ്റ്റർ ഓഫ് ഒറിജിനൽ റെക്കോർഡ്? അപ്പോൾ ഒറിജിനൽ റെക്കോർഡിനനുസരിച്ച് നമ്മൾ പിരിച്ച ആ പണത്തിൻ്റെ ആ റെക്കോർഡിൽ എന്തെങ്കിലും കറക്ഷൻ വേണ്ടി വരുമോ എന്നാണ്. ഇൻ ദ കേസ് ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂ, ഡെഫിനറ്റ്ലി റെക്കോർഡ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് റീഫണ്ട് അഗൻസ്റ്റ് ദി ഒറിജിനൽ എൻട്രി ഷുഡ് ബി കറക്റ്റഡ്. ആ ഒറിജിനൽ എൻട്രി നമ്മൾ കറക്റ്റ് ചെയ്യണം. ആർട്ടിക്കിൾ 36(6) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. ക്യാൻ റെയിൽവേ വാറണ്ട്സ് ബി യൂസ്ഡ് ഫോർ കൺവേയൻസ് ഓഫ് തപാൽസ്? തപാൽ കൊണ്ടുപോകുന്നതിന് റെയിൽവേ വാറണ്ട് ഉപയോഗപ്പെടുത്താമോ? ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 ഈ ക്വസ്റ്റ്യൻ ആൻസർ. അത് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 2 കേരള ഫൈനാൻഷ്യൽ കോഡ് 2 കുറേ അനക്ഷേഴ്സ് ഉണ്ട്. അതുപോലെ ഫോംസിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ വോളിയം 2 കൂടി പരീക്ഷയ്ക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ എല്ലാ അനക്ഷറുമായിട്ടും നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യുകയും വേണം. കാരണം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. എ ജയിൽ സൂപ്പറിൻറ്റൻറ്റ് provided a railway ticket to a released prisoner from public money. Is this action right? ഒരു പ്രിസണറെ റിലീസ് ചെയ്തു, അയാൾക്ക് വീട്ടിൽ പോകാൻ അയാളുടെ പണമില്ല. ആ സാഹചര്യത്തിൽ ജയിൽ സൂപ്പറിൻറ്റൻറ്റിന് ഒരു റെയിൽവേ ടിക്കറ്റ് അയാൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ ഉള്ള അധികാരമുണ്ടോയെന്നാണ്. ഇതും കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ വോളിയം 2 പറയുന്നത്. സോ ഹിസ് ആക്ഷൻ ഈസ് ജസ്റ്റിഫയബിൾ ആൻഡ് യെസ്, അങ്ങനെ ഒരു റെയിൽവേ ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ദ ടിക്കറ്റ് ഈസ് ഓഫ് ലോവസ്റ്റ് ക്ലാസ് ദെൻ ഇറ്റ് ഈസ് അലൗഡ്. പക്ഷേ അത് ഫസ്റ്റ് ക്ലാസ് AC ഒന്നും ആയിരിക്കരുത്. ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സിലെ ഒരു ടിക്കറ്റ് വേണം അദ്ദേഹത്തിന് എടുത്തു കൊടുക്കാൻ. അത് അപ്പൻഡിക്സ് 4 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ വോളിയം 2 പറഞ്ഞിരിക്കുന്നത്. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. വിച്ച് ഈസ് ദ ലീഗൽ അതോറിറ്റി ടു വിത്ഡ്രോ മണി ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്? അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും, ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഡിസ്കസ് ചെയ്തു. അതിൽ ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാലും നമ്മൾ പണം വിത്ഡ്രോ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവശ്യാനുസരണം അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള തുക അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റാണ്.
അത് അലോട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ there should be an authority. And what is that authority? ആ അതോറിറ്റിയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്, ഫൈനാൻസ് ആക്ട്, അപ്രോപ്രിയേഷൻ ആക്ട്, ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ കഴിയുന്നത്. അതിലെ അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ പാസ്സാക്കിയ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റിൽ പറയുന്നത് പോലുള്ള തുക നൽകാനുള്ള അധികാരം കൂടി ലെജിസ്ലേച്ചറിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്. അത് സഭ പാസ്സാക്കുമ്പോൾ അപ്രോപ്രിയേഷൻ ആക്റ്റ് ആവും. ആ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് നൽകാൻ കഴിയുകയുള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അപ്രോപ്രിയേഷൻ ആക്ട്. ബില്ല് പാസ്സാകുമ്പോഴാണ് അത് ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് സെഡ് ഇൻ പാര 4 ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. Question 16. What type of expenditure bills will not be supported by vouchers? അതായത് ചില എല്ലാ ബില്ലുകളുടെയും കൂടെ അതിൻ്റെ വൗച്ചേഴ്സും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സൊക്കെ വയ്ക്കണം. അതിൻ്റെ എക്സ്പെൻഡിച്ചർ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിക്ക് അത് അനുവദിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും. പക്ഷേ ചില എക്സ്പെൻഡിച്ചർ ബിൽസിൻ്റെ കൂടെ നമ്മൾ വൗച്ചേഴ്സ് വയ്ക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ചിലവുകൾ ഏതാണെന്നാണ് അത് സീക്രട്ട് സർവീസ് എക്സ്പെൻസാണ്. കാരണം വൗച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൗച്ചറിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ട് എന്തു വാങ്ങാൻ എന്നൊക്കെയുള്ള അതിൻ്റെ ആ സീക്രസി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സീക്രട്ട് സർവീസ് എക്സ്പെൻസിൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന എക്സ്പെൻഡിച്ചർ ബിൽസിൽ വൗച്ചേഴ്സ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 103 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡാണ്. Question 17. Preparation of budget is a dash function. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ആരാണ് ശരിക്കും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആൻഡ് ആൻസർ ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. പാര 12 ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. Then question 18. The money received and administered by a body other than the government but has been controlled by the government by law is. അതായത് പണം ഗവൺമെൻറ് നൽകുന്നുണ്ട്, ഈ റിസീവ്ഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഒരു ബോഡി, ഒരു ലീഗൽ ബോഡി അത് സ്വീകരിക്കുകയും ചെലവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് അല്ലാതെ. സാധാരണ ഗവൺമെൻറ്റിൻ്റെ പണം വാങ്ങുന്നത് ചെലവഴിക്കുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് പണം സ്വീകരിക്കുകയും, ഇപ്പോൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെയുള്ള വിവിധ തരത്തിൽ ലോണായിട്ടോ ഗ്രാൻഡായിട്ടോ ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് പണം സ്വീകരിക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും അതൊരു ഗവൺമെൻറ് ബോഡി അല്ല. പിന്നെ അതിനെ എന്താ വിളിക്കുന്നത്? അത് ആ സ്ഥാപനം കൺട്രോൾ ചെയ്യുന്നതും ഒരു പ്രത്യേക ബോഡിയാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തെയാണ് നമ്മൾ ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ആ ഉപയോഗിക്കുന്ന ഫണ്ടിനെയാണ് ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ LSCD അവരുപയോഗിക്കുന്ന ഫണ്ട്, പഞ്ചായത്ത് ഉപയോഗിക്കുന്ന ഫണ്ട്, പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അവർക്ക് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടിനെയാണ് ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യു ക്യാൻ സീ ഇറ്റ് ഇൻ ആർട്ടിക്കിൾ 3 ഡെഫിനിഷൻസ് ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. ദെൻ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു പബ്ലിക് ഡെറ്റ് വെയർ ഇൻക്ലൂഡഡ് ഇൻ. അതായത് പബ്ലിക് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസൊക്കെ ഏത് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ ഏത് ഹെഡുകളിലാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അത് നമ്മൾ ധാരാളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട്സ് പഠിപ്പിച്ചപ്പോൾ. നിങ്ങളതൊന്ന് നോക്കുക. ആൻഡ് ആൻസർ കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. ഇതിലാണ് പബ്ലിക് ഡെറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. വാട്ട് ഈസ് ദി ജനറൽ റൂൾ ഓഫ് റെമിറ്റൻസ് ഓഫ് ഗവൺമെൻറ് റവന്യൂ ഇൻ ദ ട്രഷറി ഇൻ ദ കേസ് ഓഫ് എ കളക്ഷൻ മെയ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ? അതായത് ഗവൺമെൻറ്റിന് വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് വേണ്ടിയിട്ട് റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട്. റവന്യൂ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കളക്ഷനെ കുറിച്ചൊക്കെ അറിയാം. ടാക്സ്, നോൺ ടാക്സ് റെസീറ്റ്സ് ആണത്. അങ്ങനെ പിരിക്കുന്ന എമൗണ്ട് എപ്പോഴാണ് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രഷറിയിൽ അത് റെമിറ്റ് ചെയ്യേണ്ട എപ്പോഴാണെന്നാണ്. ആൻഡ് ആൻസർ റെമിറ്റ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 7(2) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. ഇവിടെ സാന്ദർഭികമായിട്ട് പറയട്ടെ. അതായത് KTCയിലാണെങ്കിൽ ഇഫ് പോസിബിൾ യു ഷുഡ് റെമിറ്റ് ഇറ്റ് ഓൺ ദ ഡേ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. പക്ഷേ 3 മണി കഴിഞ്ഞോ 4 മണിക്കൊക്കെയാണ് നമ്മൾ അത് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. സോ യു നീഡ് റെമിറ്റ് ഇറ്റ് ഓൺ ദി നെക്സ്റ്റ് ഡേ. So that you can see in Article 7(2) of Kerala Financial Code. Then question number 21. In a work,
if a difference of opinion arises between the Forest Department and PWD, who will take the final decision? അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് PWD ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ നാച്ചുറലി ദർ മേ ബി സം ഡിസ്പ്യൂട്ട്സ്. അങ്ങനെ ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്യുമ്പോൾ ഹൂ ഈസ് ദ അതോറിറ്റി ഹൂ ഷുഡ് ഇൻ്റർവീൻ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദാറ്റ്? അതാരാണ്? അത് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗവൺമെൻറ്. Article 166 of KFC. Question 22. The refund of judicial receipts are governed by. അതായത് ജുഡീഷ്യറി റെസീറ്റ്സ് ഉണ്ട്. നമ്മൾ ജുഡീഷ്യറി സിവിൽ ഡെപ്പോസിറ്റ്, ക്രിമിനൽ ഡെപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ റീഫണ്ട് ഓഫ് ജുഡീഷ്യൽ റെസീറ്റ്, അങ്ങനെ വാങ്ങിയ റീഫണ്ട് ആർ ഗവേൺഡ് ബൈ ഏത് റൂളാൽ അത് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആൻഡ് ആൻസർ സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് കേരള, the explanation and note 2 under Article 37 of KFC. Then question 23. What is remission of revenue? എന്താണ് റെമിഷൻ എന്ന് പറയുന്നത്? അബാൻമെൻറ്റ് ഓഫ് റവന്യൂ വിത്തൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി. അതായത് ഒരാളിൽ നിന്ന് ഗവൺമെൻറ്റിന് പണം ലഭിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ റിക്കവർ ചെയ്യും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇറ്റ് മേ നോട്ട് ബി ജസ്റ്റിഫയബിൾ. ഇപ്പോൾ അയാൾ പിന്നെ രോഗാതുരനായിട്ടോ അല്ലെങ്കിൽ സിക്ക് ബെഡിലോ ഒക്കെ, അല്ലെങ്കിൽ മരണശയ്യയിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവരിൽ നിന്ന് പിടിക്കുന്നതിന് ഗവൺമെൻറ് ഇളവുകൾ നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ പിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലീഗലി ജസ്റ്റിഫയബിൾ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റെമിഷൻ? അബാൻമെൻറ്റ് ഓഫ് റവന്യൂ. റവന്യൂ വേണ്ടാന്ന് വെക്കുക. വിത്തൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി. റിക്കവറി ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ, നമ്മൾ ആ നിയമങ്ങളെടുത്ത് ഉപയോഗിക്കാതെ തന്നെ അങ്ങ് വേണ്ടാന്ന് വയ്ക്കുക. അതിനെയാണ് റെമിഷൻ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ആർട്ടിക്കിൾ 38A of KFC. ദെൻ ക്വസ്റ്റ്യൻ 24. ബെൽറ്റ് ഓഫ് ഡഫേദാർ ഈസ് റിന്യൂഡ് ഓൺ സിൻ. ഇപ്പോൾ ഡഫേദാർ ഉണ്ടല്ലോ, നമുക്ക് കളക്ട്രേറ്റിലൊക്കെ ചെന്നാൽ കാണാം അവരുടെ ബെൽറ്റ്. ആ ബെൽറ്റ് എത്ര കാലത്തിനകം അത് മാറ്റിക്കൊടുക്കണം എന്നാണ്. അതിൻ്റെ പീരീഡ് ഇറ്റ് ഈസ് 4 years. അതും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൻഡിക്സ് 4-6 ഓഫ് KFC വോളിയം 2-ലാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വോളിയം 2-ൽ നിന്ന് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ KFC വോളിയം 2-ഉം നിങ്ങൾ ഒരിക്കലെങ്കിലും നോക്കണം, വായിക്കണം, ഫെമിലിയറൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ 25. ദ ട്രഷറി ഓഫീസർ ഒബ്ജക്റ്റഡ് എ നോൺ കൗണ്ടർ സൈൻഡ് ചാർജ് റിപ്പോർട്ട് of a gazetted officer who relinquishes charge of an abolished post. Is it correct? അതായത് ഒരു ട്രഷറി ഓഫീസർ ഒരു നോൺ കൗണ്ടർ സൈൻഡ് ചാർജ് റിപ്പോർട്ടുണ്ട്. ചാർജ് വിടുമ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സ് ചാർജ് റിപ്പോർട്ട് നൽകണം എന്നുണ്ട്. റിലിംഗ്വിഷ് ചെയ്യുകയും ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു റിപ്പോർട്ടാണ് RTC, റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. അത് റിപ്പോർട്ട് ഓഫ് എ ഗസറ്റഡ് ഓഫീസർ ഹു റിലിംഗ്വിഷസ് ചാർജ് ഓഫ് ആൻ അബോളിഷ്ഡ് പോസ്റ്റ്. ആ പോസ്റ്റില്ല, ആ പോസ്റ്റ് അബോളിഷ് ചെയ്തു. അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്നാണ് അയാൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈസ് ഇറ്റ് കറക്റ്റ്? ആൻഡ് ആൻസർ ഇറ്റ് ഈസ് നോ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ എക്സെപ്ഷൻ നോട്ട് 2 അണ്ടർ ആർട്ടിക്കിൾ 81. അപ്പോൾ ട്രഷറി ഓഫീസർ ഒബ്ജക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഒരു അബോളിഷ്ഡ് പോസ്റ്റിൽ നിന്നാണ് അയാൾ ചാർജ് റിലിംഗ്വിഷ് ചെയ്യുന്നത്. So now move on to question 26. What are the 2 conditions to be satisfied to incur expenditure from public funds? പബ്ലിക് ഫണ്ടിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഒന്ന്, സാങ്ഷൻ ഫ്രം എ കോമ്പീറ്റൻ്റ് അതോറിറ്റി, ആൻഡ് നെക്സ്റ്റ് ഈസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്. അതായത് ഏത് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യണമെങ്കിലും ദർ ഷുഡ് ബി എ സാങ്ഷൻ. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഭരണാനുമതി എന്ന് പറയാറുണ്ടല്ലോ. സച്ച് എ സാങ്ഷൻ ഓഫ് ദി കോമ്പീറ്റൻ്റ് അതോറിറ്റി, അതായത് ആ നിശ്ചിത തുക അനുവദിച്ച് തരാൻ അധികാരമുള്ള അധികാര സ്ഥാനത്ത് നിന്ന് തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. വെറുതെ പറയുന്ന വാക്കല്ല കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. രണ്ടാമത് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, അതിന് ആ ചെലവിനാവശ്യമായിട്ടുള്ള ഫണ്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇതുകൂടി നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഘടകങ്ങളും ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം എന്നർത്ഥം. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 40A of KFC ആണ്. ദെൻ ക്വസ്റ്റ്യൻ 27. ഓഫ് ദി ഫോളോയിങ് ഓഫീസേഴ്സ് ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഫോർവേഡ് കൺസോളിഡേറ്റഡ്
stores and stock account to the accountant general. അതായത് ചില ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അതിലേത് പർട്ടിക്കുലറായിട്ട് ഏത് പിന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ കൺസോളിഡേറ്റഡ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ടൻറ്റ് ജനറലിന് കൊടുക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതെന്നാണ്. ആൻഡ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ്, ബി ഡയറക്ടർ ഓഫ് പോർട്സ്, സി ഡയറക്ടർ ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, ഡി ഡയറക്ടർ ഓഫ് ട്രഷറി. ആൻഡ് ആൻസർ ഡയറക്ടർ ഓഫ് പോർട്സ് ആണ്. പോർട്ട് ഡയറക്ടർക്ക് ഈസ് റെസ്പോൺസിബിൾ ടു ഫോർവേഡ് consolidated stores and stock account to the concerned accountant general. And the answer you can see in appendix 2A, list of officers responsible to forward consolidated stores and stock account to the accountant general. അപ്പോൾ appendix 2A നോക്കുക. Question 28, expenditure from public funds should be based on. അതായത് ഒരു പബ്ലിക് ഫണ്ടിൽ നിന്ന് നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്താണ്, അത് എങ്ങനെ വേണം പബ്ലിക് ഫണ്ട് ഉപയോഗിക്കാൻ? ഇപ്പോൾ ഫൈനാൻഷ്യൽ കോഡിൽ പറയുന്നത് യു ഷുഡ് യൂട്ടിലൈസ് ദ പബ്ലിക് ഫണ്ട് ആസ് ഇഫ് ഇറ്റ് ഈസ് യുവർ ഓൺ ഫണ്ട്. ഇറ്റ് ഈസ് എ വൈഡ്ലി മിസ്അണ്ടർസ്റ്റുഡ് സെൻറ്റൻസ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പണം എത്ര ശുഷ്കാന്തിയോടുകൂടി, ധാർമ്മികതയോടുകൂടി, സത്യസന്ധതയോടുകൂടി വിനിയോഗിക്കുമോ അതേ ശുഷ്കാന്തിയും ധാർമ്മികതയും സത്യസന്ധതയും പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്നതിലും കാണിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ എക്സ്പെൻഡിച്ചർ ഫ്രം പബ്ലിക് ഫണ്ട്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ propriety said in or detailed in Article 40B of KFC. KFCയുടെ ആർട്ടിക്കിൾ 40ൽ ഏത് വിധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടത്, എന്തൊക്കെ ധാർമ്മികതയാണ് അദ്ദേഹം വെച്ച് പുലർത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ 40ൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ മനസ്സിൽ വച്ചിട്ട് തന്നെയായിരിക്കണം അങ്ങനെയുള്ള ചിലവുകൾ ചെയ്യേണ്ടത്. ഒരു പൈസ പോലും, കാരണം ഇറ്റ് ഈസ് പീപ്പിൾസ് മണി, അത് ഓർക്കണം. Then what should be done in the case of an absolutely necessary payment made from public money without a proper sanction? അതായത് ഒരു പബ്ലിക് മണി നമ്മൾ ഒരു അബ്സല്യൂട്ട് നെസസറിയാണ്, അതായത് കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അത് ഇൻക്ലൂഡ് ദ പേയ്മെൻറ്റ് ഇൻ ദി അക്കൗണ്ട് വിത്തിൻ എ ഡേ. ഞങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനകം തന്നെ ആ പേയ്മെൻറ്റ് ഗവൺമെൻറ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ സെഡ് ഇൻ ആർട്ടിക്കിൾ 40C of KFC. Then and question 30, receipts heads revenue account is divided into, അതായത് റെസീറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് റവന്യൂ റെസീറ്റ് ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ അതിനെ വിഭജിച്ചിട്ടുണ്ട്. പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉള്ളതിൽ റെസീറ്റ് ഹെഡ് റവന്യൂ അക്കൗണ്ടിൽ വരുന്നതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ ടാക്സ് റവന്യൂ, ബി നോൺ ടാക്സ് റവന്യൂ, സി ഗ്രാൻഡ് ഇൻ നീഡ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, ഡി 1, 2 and 3. ഇത് മൂന്നും റവന്യൂ അക്കൗണ്ടിൽ ആണോ? ഏതാണ് ശരി? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്ന് പറഞ്ഞ അർത്ഥം ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ഗ്രാൻഡ് ഇൻ നീഡ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ റെസീറ്റ് ഹെഡിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്നവയാണ്. ആൻഡ് ദാറ്റ് യു ക്യാൻ സീ ഇൻ പാരാ 9(1) ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. An officer refunds the cost of tender forms on the ground that the head of department cancelled the tender. Is this action right? അതായതൊരു ടെൻഡർ ഫോമിൻ്റെ കോസ്റ്റ് തിരിച്ചു നൽകുന്നത് ശരിയായ നടപടിയാണോ എന്നാണ്. ആൻഡ് ആൻസർ നോ, ദ കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. അത് അനക്ഷർ 6 ഓഫ് KFC ആണ്. അതിൽ KFC വോളിയം 2 ആണ്. Then 32, late delivery of stores of purchase costing less than 5 lakhs can be accepted under orders from. Either late delivery of stores of purchase costing less than 5 ലക്ഷത്തിൽ കുറഞ്ഞ തുകയുടെ ലേറ്റ് ഡെലിവറി, അത് ക്യാൻ ബി അക്സെപ്റ്റഡ് അണ്ടർ ഓർഡേഴ്സ്. ആരുടെ ഓർഡറിൻ്റെ ബേസിസിലാണ് അത്
നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ സെക്രട്ടറി ടു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ടിക്കിൾ 147(4) of KFC. Then question 33, what should be done in cases when temporary advance is not utilized fully but adjustment bill is submitted in time? അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോ ഒക്കെ വേണ്ടിയിട്ട് ടെമ്പററി അഡ്വാൻസ് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫുള്ളി, പക്ഷേ അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ബില്ല് ഈ സബ്മിറ്റഡ് ഇൻ ടൈം, പക്ഷേ അതിൻ്റെ എത്ര റിസീവ് ചെയ്തു, എത്ര ചിലവ് ചെയ്തു, ബാലൻസ് റീഫണ്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബില്ല് അദ്ദേഹം സമയത്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ആൻഡ് ആൻസർ, ഇൻട്രസ്റ്റ് അറ്റ് 18% per annum വിൽ ബി ചാർജ്ഡ് ഓൺ ബാലൻസ് എമൗണ്ട് ഫ്രം ഡേറ്റ് ഓഫ് ട്രാവൽ ടു ഡേറ്റ് ഓഫ് റീഫണ്ട്. അതായത് അദ്ദേഹം അങ്ങനെ വരികയാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് റീഫണ്ട് ചെയ്തെങ്കിൽ വെറുതെ റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാണോ ആ എമൗണ്ട് ഡ്രോ ചെയ്തത്, എന്നാണോ ആ എമൗണ്ട് റീഫണ്ട് ചെയ്തത്, ആ ഇൻ ബിറ്റ്വീൻ എത്ര നാൾ കയ്യിൽ വെച്ചിരുന്നു അതിൻ്റെ ഇൻട്രസ്റ്റ് സഹിതം, അതും 18% ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് വേണം ആ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ. ആൻഡ് ദാറ്റ് യു ക്യാൻ സീ ഇൻ അനക്ഷർ 2 ജിയോ ഡേറ്റഡ് 19/7/2000 ഇക്കാര്യം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 37, ഓർഗൻസ് ഓഫ് എ സ്റ്റേറ്റ് ഈസ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എ മേജർ ഹെഡ്, ബി സെക്ടർ, സി സബ് സെക്ടർ, ഡി മൈനർ ഹെഡ്. ആൻഡ് ഓപ്ഷൻ സി ആണ്, സബ് സെക്ടറിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ സബ് സെക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് പാരാ 9(2) ഓഫ് കേരള ബഡ്ജറ്റ് മാനുവലിലാണ് ഇക്കാര്യം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 35, ഹെഡ് ഓഫ് ഓഫീസ് ഈസ് ഓൺ ടൂർ, ദെൻ ഹൂ വിൽ പെർഫോം വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്? ഹെഡ് ഓഫ് ഓഫീസ് ടൂറിലാണ്. ആ സമയങ്ങളിൽ പിന്നെ ക്യാഷ് ബാലൻസ് ആരാണ് വെരിഫൈ ചെയ്യേണ്ടതെന്നാണ്. ആൻഡ് ആൻസർ, എ ഗസറ്റഡ് ഓർ എ നോൺ ഗസറ്റഡ് ഓഫീസർ നെക്സ്റ്റ് ബിലോ ദ റാങ്ക് ഓഫ് ഹെഡ് ഓഫ് ഓഫീസ്. ആ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ നെക്സ്റ്റ് ബിലോ റാങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണോ, വെദർ ഹീ ഈസ് എ ഗസറ്റഡ് ഓഫീസർ ഓർ എ നോൺ ഗസറ്റഡ് ഓഫീസർ, ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു പെർഫോം വെരിഫിക്കേഷൻ ഓഫ് ദി ക്യാഷ് ബാലൻസ്. അത് ആർട്ടിക്കിൾ 102 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ 36, ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട് ഈസ്. അതായത് ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സമയം കളയുന്നില്ല. അതിലെ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ഏതാണെന്നാണ്. ആൻഡ് ആൻസർ, മേജർ ഹെഡ്, പാര 9(3) ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. അപ്പോൾ നിങ്ങൾക്കറിയാം മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് 6 ടയർ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. അത് ഫങ്ഷനെ കാണിക്കുന്ന ഹെഡാണ്. ക്വസ്റ്റ്യൻ 37, വേരിയേഷൻസ് ഇൻ റവന്യൂ കളക്ഷൻ ഷുഡ് ബി കമ്പയർഡ് വിത്ത്. അതായത് റവന്യൂ കളക്ഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഇപ്പോൾ ബഡ്ജറ്റിൽ എത്രയാണ് റവന്യൂ കളക്ഷൻ എൻവിസേജ് ചെയ്ത് ആക്ച്വൽ എത്രയാണ് കളക്ട് ചെയ്തതെന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ വേരിയേഷൻസ് ഇൻ റവന്യൂ കളക്ഷൻ ഷുഡ് ബി കമ്പയർഡ് വിത്ത്, ആ വേരിയേഷൻസ് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യപ്പെടേണ്ടത്? ഇറ്റ് ഈസ് വിത്ത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമായിട്ടാണ് നമ്മൾ റവന്യൂ കളക്ഷനെ കമ്പയർ ചെയ്യുക. കാരണം എങ്ങനെയാണ് സ്റ്റേറ്റിൻ്റെ പെർഫോമൻസ് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു കമ്പാരിസൺ. അറ്റ് ഈസ് ആർട്ടിക്കിൾ 11 ഓഫ് KFC. ദെൻ ക്വസ്റ്റ്യൻ 38, ദ ബിൽഡിംഗ് ടാക്സ് ഓഫ് എ ബിൽഡിംഗ് ഓക്യുപ്പൈഡ് ബൈ മോർ ദാൻ 1 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് പെയ്ഡ് ബൈ. അതായത് ഒരു ബിൽഡിങ്ങിൽ ഒന്നിൽ കൂടുതൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ടാക്സ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്? ആൻഡ് ആൻസർ, ദ ഓഫീസ് വിച്ച് ഓക്യുപ്പൈസ് ദ മേജർ പോർഷൻ, ഏറ്റവും അധികം സ്ഥലം ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു റെമിറ്റ് ദി ബിൽഡിംഗ് ടാക്സ്. ഇഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നോട്ട് ആൻ ഓക്കുപ്പൻറ്റ് പ്രൊവൈഡഡ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇല്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് അടയ്ക്കേണ്ടതെന്ന് അർത്ഥം. ദാറ്റ് യു ക്യാൻ റീഡ് ഇൻ ആർട്ടിക്കിൾ 117 ഓഫ് KFC. ദെൻ ക്വസ്റ്റ്യൻ 39, ഹൂ ഷുഡ് പ്രിപ്പയർ ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സ്? അതായത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൻ്റെ റെൻറ്റ്, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൻ്റെ റെൻറ്റ്, അത് പിന്നെ ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? അതിൻ്റെ ആൻസർ, ഡ്രോയിങ് ഓഫീസർ. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 14(1) ഓഫ് KFC. Question 40, a drawing officer can deduct areas
arrears premium of can deduct arrears premium of an LIC policy of an officer if the default period does not exceed. അതായത് ഇതും KFCയുടെ വോളിയം 2-ലാണ്. എ ഡ്രോയിങ് ഓഫീസർ ക്യാൻ ഡിഡക്ട് അരിയർ പ്രീമിയം ഓഫ് LIC പോളിസി ഓഫ് ആൻ ഓഫീസർ ഇഫ് ദ ഡിഫോൾട്ട് പീരീഡ് ഡസ് നോട്ട് എക്സീഡ്. ആ ഡിഫോൾട്ട് എത്ര കാലം കഴിഞ്ഞിട്ടില്ല, എത്ര വരെ ആ അരിയേഴ്സ് കളക്ട് ചെയ്യാമെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 6 months ആണ്. ആൻഡ് ദാറ്റ് ആൻസർ ഈസ് ദെയർ ഇൻ അപ്പൻഡിക്സ് 2(2)(d) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 2. So next question is number 41. When the Committee of Public Undertakings considers C&G's report, how many copies of notes and memoranda shall be prepared by the concerned government departments? അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെക്കുറിച്ചും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയെക്കുറിച്ചും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യുന്നതാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ ഹൗ മെനി കോപ്പീസ് ഓഫ് നോട്ട്സ് ആൻഡ് മെമ്മോറാണ്ട ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ദ കൺസേൺ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കേസിൽ നോട്ട്സിൻ്റെയും മെമ്മോറാണ്ടത്തിൻ്റെയും എത്ര കോപ്പികൾ തയ്യാറാക്കണം എന്നാണ്. ആൻഡ് ആൻസർ 30. ദാറ്റ് ഓൾസോ യു ക്യാൻ സീ ഇൻ പാര 108C ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. Question 42. When shifting of existing telephone connection in a government office is sanctioned by. ഒരു ടെലിഫോൺ കണക്ഷൻ ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആരാണ് അതിനുള്ള സാങ്ഷൻ നൽകേണ്ടതെന്നാണ്. ആൻഡ് ആൻസർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് അപ്പൻഡിക്സ് 448 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 2-ലാണ്. ദെൻ ക്വസ്റ്റ്യൻ 43. മേജർ ഹെഡ് മീൻസ് മെയിൻ ഹെഡ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്, എ റെക്കോർഡ് ഓഫ് റെസീറ്റ്, എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ആൻഡ് ആൻസേഴ്സ് only 1, only 2, only 3, D 1, 2 and 3. And answer major head means main head of government account, a record of receipt, a classification of disbursement. ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതാണ് ഓപ്ഷൻ D. ദെൻ ഈ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ 44. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ. ഒരു ഇൻഡൻറ്റ് തയ്യാറാക്കുന്നത് എന്തിനെ ആധാരമാക്കിയാണ് എന്നാണ്. ദാറ്റ് ഈസ് എ കൺസംഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് 3 or 5 years. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം. എത്രമാത്രം ക്വാണ്ടിറ്റി നമുക്ക് വേണമെന്ന് നിശ്ചയിക്കണം. അത് നിശ്ചയിക്കുന്ന എന്തിൻ്റെ ബേസിസിലാണെന്നാണ്. അത് കഴിഞ്ഞ 2-3 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇപ്പോൾ ഒരു ഓഫീസിന് വേണ്ടുന്ന ഒരു സാധനം കഴിഞ്ഞ വർഷം എത്ര ക്വാണ്ടിറ്റി വേണ്ടി വന്നു, അതിന് പ്രീവിയസ് ഇയറിൽ എത്ര വന്നു എന്നൊക്കെ ഒന്ന് കൺസിഡർ ചെയ്താലാണ് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്താൻ പറ്റുക. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ഇൻഡൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസംഷൻ ഡ്യൂറിങ് ദി പ്രീവിയസ് 3 or 5 years. അത് കഴിഞ്ഞ വർഷം വാങ്ങിയതിനെ ആശ്രയിച്ചും അല്ല, കഴിഞ്ഞ വർഷം എത്ര കൺസ്യൂം ചെയ്തു, ഉപയോഗപ്പെടുത്തി, അതിൻ്റെ കഴിഞ്ഞ വർഷം എത്ര ഉപയോഗപ്പെടുത്തി എന്നൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്നർത്ഥം. സോ വളരെ ശുഷ്കാന്തിയോടെ ചെയ്യേണ്ടതാണ്. വെറുതെ വാരിക്കൂട്ടി ഓഫീസിലെ സ്റ്റോറിൽ കൊണ്ടിടേണ്ടതല്ല ഇതൊന്നും. പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ടെന്നാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. സോ ഇറ്റ് ഈസ് പ്രീവിയസ് 3 to 5 years ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ആർട്ടിക്കിൾ 123 ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ഷുഡ് ബി പ്രിപ്പയർഡ്. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ട സമയം എപ്പോഴാണെന്നാണ്. ആൻഡ് ആൻസർ ബിഫോർ ദ കളക്ഷൻ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദി ട്രഷറി. ആ ഒരു കളക്ഷൻ നമ്മൾ ട്രഷറിയിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 8C(2) ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. അപ്പോൾ ഇതോടുകൂടി കേരള ഫൈനാൻഷ്യൽ കോഡും കേരള ബഡ്ജറ്റ് മാനുവലും അടങ്ങുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളിത് ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു. കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ വോളിയം 1ഉം വോളിയം 2ഉം പ്രധാനമാണ്. ഇപ്പം നമ്മൾ കണ്ടു വോളിയം 2-ൽ നിന്ന് ഈ 45 ക്വസ്റ്റ്യൻ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്കൊരു 7 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നു എന്നർത്ഥം. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ അതിൻ്റെ അപ്പൻഡിക്സൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതിയാവും. അപ്പോൾ അടുത്ത പരീക്ഷ എഴുതുന്നവർക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു.
ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ടാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നല്ല അറിവോടുകൂടി ഓഫീസിൽ കാര്യങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.